Hello, Assalamu alaikum. Welcome back to my channel. ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള സോഫ്റ്റ് നെയ്പത്തിരിയുടെ റെസിപ്പിയാണ്. നിങ്ങൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നെയ്പത്തിരിയുടെ റെസിപ്പി ഇടാവോ എന്ന്. അപ്പോൾ ഇത് നല്ല കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല നെയ്പത്തിരിയുടെ റെസിപ്പിയാണ്. നല്ല ബലൂൺ പോലെ പൊങ്ങി വരുന്നത്. നമ്മൾ കുറേ പേർക്ക് നെയ്പത്തിരി ഉണ്ടാക്കുമ്പം പൊങ്ങി വരുന്നില്ല, എണ്ണ കുടിക്കുന്നു, അങ്ങനെ എന്തെല്ലോ കംപ്ലയിൻസ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇത് അതൊന്നുമില്ല. ഈ റെസിപ്പി നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നല്ല കറക്റ്റായിട്ട് നല്ല പെർഫെക്റ്റ് നെയ്പത്തിരി കിട്ടും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ഒരു 2-3 തരത്തിൽ നെയ്പത്തിരി എങ്ങനെ ചൂടാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഞാൻ പുഴുങ്ങലരിയാണ് എടുക്കുന്നത്. 250 ml കപ്പിൽ 2 കപ്പ് പുഴുങ്ങലരി. സാധാരണ നമ്മൾ ഗ്ലാസ്സിലാണ് എടുക്കുന്നത്, പക്ഷേ ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ കപ്പിൽ എടുക്കുന്നത്. അതിലേക്ക് തന്നെ 1 കപ്പ് പച്ചരിയാണ് എടുക്കുന്നത്. 2 കപ്പ് പുഴുങ്ങലരിയും 1 കപ്പ് പച്ചരിയും കൂടി നമുക്ക് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതൊരു 3-4 മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ഒരു 3-4 മണിക്കൂറിന് ശേഷം ഈ അരി നമുക്ക് നല്ല പോലെ ഒരു 3-4 വെള്ളത്തിൽ കഴുകിയെടുക്കുക. നല്ല വെള്ളം ക്ലിയർ ആകുന്നവരെ കഴുകിയെടുക്കുക. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുമ്പം ഈ പാത്രം ആവില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ വേറെ പാത്രത്തിലേക്ക് ആക്കുവാന്ന്. ഇനി വേണ്ടത് സവാളയാണ്. ചെറിയ സവാള എന്നെങ്കിൽ 1 സവാള വേണം, അല്ലെങ്കിൽ വലിയ സവാള എന്നെങ്കിൽ പകുതി സവാള മതിയാവും. പിന്നെ ഇത് അരക്കുന്ന സംഭവമായതുകൊണ്ട് നമുക്ക് റഫായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഈ അരിൻ്റെ മേലേക്ക് ഇടാം. ഇനി വേണ്ടത് തേങ്ങയാണ്. ഈ 250 ml കപ്പിൽ തന്നെ ഞാൻ 2.5 കപ്പ് തേങ്ങ എടുക്കുന്നുണ്ട്. ഇത് ചെയ്യുമ്പം അളവൊന്നും മാറ്റിയേക്കല്ല കേട്ടോ. അളവ് മാറ്റിയാൽ എന്തായാലും അത് ഫ്ലോപ്പ് ആവും. അതുകൊണ്ട് കറക്റ്റ് അളവിൽ തന്നെ എടുക്കാൻ നോക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് വലിയ ജീരകമാണ്. അത് 1 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊക്കെ കൂടി നല്ല പോലെ നമ്മുടെ കൈ കൊണ്ട് തന്നെ മിക്സാക്കി എടുക്കുക. പിന്നെ കൈ കൊണ്ട് ചെയ്യുന്നതിന് കുറേ കമൻസ് എല്ലാം വരുത്തുന്നുണ്ട് ഗ്ലൗസ് ഇട്ട് ചെയ്യണമെന്ന്. പക്ഷെ നമുക്ക് കൈ കൊണ്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു കംഫർട്ടബിൾ ഗ്ലൗസിൽ കിട്ടുന്നില്ല കേട്ടോ. നമ്മൾ കൈയെല്ലാം നല്ല ഹൈജീനായി നോക്കിയാൽ നമ്മൾ ഒന്നും പേടിക്കണ്ട. നല്ല ക്ലീൻ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും പ്രശ്നമില്ലല്ലോ. എൻ്റെ ഒരു അഭിപ്രായമാണ്. ഇഷ്ടമായിട്ടെങ്കിൽ വിട്ടേ. അപ്പോൾ ഇത് ഒരു 2-3 പ്രാവശ്യമായിട്ട് ഞാൻ മിക്സി ജാറിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ ഇത് അരക്കുമ്പം നല്ല തിക്കായിട്ട് അരക്കാൻ നോക്കുക. ഓവർ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. ഇപ്പോൾ ഇതാ ഒരു ബാച്ചിൽ ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ 1/2 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ ഇത് അരക്കുമ്പം ഫൈൻ പേസ്റ്റ് ആക്കല്ല കേട്ടോ. ഇത് കുറച്ച് തരിപ്പൊടി കൂടി വേണം അരക്കാനായിട്ട്. ഇത് മൊത്തമായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസി എന്നിട്ടാണ് വേണ്ടത്. ഓവർ ലൂസ് ആവാൻ പാടില്ല, പിന്നെ ഓവർ ഫൈൻ പേസ്റ്റ് ആവാനും പാടില്ല. കുറച്ച് തരിയോട് കൂടി വേണം നമുക്ക് ചുട്ടെടുക്കാനായിട്ട്. ചേർക്കാൻ പോകുന്നത് അരിപ്പൊടിയാണ് കേട്ടോ. അരിപ്പൊടി പൊടിക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടെങ്കിൽ ഒന്ന് പോയി കണ്ടാൽ മതി കേട്ടോ, അത് മനസ്സിലാവും. അപ്പോൾ ഇത് നമുക്ക് നമ്മൾ ചപ്പാത്തി അതിലേക്കെല്ലാം കുഴച്ചെടുക്കുന്നില്ലേ, അതിനേക്കാളും കുറച്ച് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതിൽ 1.25 കപ്പ് അരിപ്പൊടി ഇട്ടിട്ടാണ് കുഴച്ചെടുത്തിന്. അതാകുമ്പോൾ നല്ല തിക്കായിട്ട് കിട്ടീന്. കുറച്ച് ലൂസായാൽ അത് നമ്മുടെ നെയ്പത്തിരി പൊങ്ങി വരില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല തിക്കായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. 1 ടീസ്പൂൺ വലിയ ജീരകമില്ലേ, അത് മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ബാക്കി അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ല തിക്കായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ ടോട്ടൽ 1.25 കപ്പാണ് അരിപ്പൊടി എടുത്തിന്. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസി ആണെന്നിട്ട് വേണ്ട നല്ല തിക്കായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. പിന്നെ ഇത് പരത്തി ചുടലുണ്ട്, പ്രസ്സിൽ ചുടലുണ്ട്, കുറേ തരത്തിൽ ചുടലുണ്ട്. പരത്തി ചുടുന്നത് ഇതുപോലെയാണ് കേട്ടോ. ഒരു പ്ലാസ്റ്റിക്, നമ്മുടെ പ്രസ്സിലെല്ലാം വെക്കുന്ന പ്ലാസ്റ്റിക്കില്ലേ, അതിൻ്റെ മേലെ ഇതുപോലെ കുറച്ച് അരി എടുത്തിട്ട് ഇതുപോലെ പരത്തിയിട്ടാണ് ഇടൽ. ഇനി വേറെയും 2 ടൈപ്പായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നല്ല തിളച്ച എണ്ണയിലേക്ക് നമ്മുടെ നെയ്പത്തിരി ഇട്ട് കൊടുക്കുക. ഒരു കംപ്ലയിൻറ്റ് പറയലുണ്ട് നെയ്പത്തിരി എണ്ണ കുടിക്കുന്നുണ്ട് എന്നെല്ലാം. നമ്മൾ ഫ്ലെയിം കുറക്കാൻ പാടില്ല കേട്ടോ. ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേണം ചുട്ടെടുക്കാനായിട്ട്. അതാകുമ്പം എണ്ണയൊന്നും കുടിക്കില്ല. പിന്നെ കണ്ടില്ലേ, ഇത് നല്ല പോലെ ബലൂൺ പോലെ പൊങ്ങി വരുന്നുണ്ട്. നമ്മളിത് ഇങ്ങനെ മുട്ടി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 30 സെക്കൻഡിലാവുമ്പം നമുക്ക് മെല്ലെ ഇത് മറിച്ചിട്ട് കൊടുത്താൽ മതി. നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് കിട്ടും. ഇനി 30 സെക്കൻഡ് കൂടിയാവുമ്പം
നമുക്കിത് മെല്ലെ കോരിയെടുക്കാം. എല്ലാവർക്കും ഇതുപോലെ കൈകൊണ്ട് പ്രസ് ചെയ്ത് ചുടാൻ അറിയില്ലായിരിക്കും, അറിയാത്തവരെല്ലാം ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വേറെയും 2 ടിപ്സ് പറഞ്ഞുതരാം എങ്ങനെ ചുടേണ്ടതാണെന്ന്. അപ്പോൾ ഇതുപോലെ 2 പ്ലാസ്റ്റിക് കവർ എടുക്കുക. എന്നിട്ട് നമ്മൾ നെയ്പത്തിരിക്ക് എടുക്കുന്ന ഉരുളയില്ലേ, അതുപോലത്തെ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് മറ്റേ പ്ലാസ്റ്റിക് കവർ വെക്കുക. എന്നിട്ട് ഇതുപോലത്തെ പ്ലേറ്റ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല റൗണ്ട് ഷേപ്പായിട്ട് കിട്ടും. ഇത് നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. ഇനി മൂന്നാമത്തെ രീതി ഇങ്ങനെയാണെന്ന് കേട്ടോ. നമ്മൾ സാധാരണ അരിപ്പത്തിരിയെല്ലാം ചുടലില്ലേ, പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് പ്രസ്സിൽ അതുപോലെ ചുടലാണ്. ഓവർ പ്രസ് ചെയ്താൽ നേർത്ത് പോവും. അപ്പോൾ കുറച്ച് തടിങ്ങനെ തന്നെ പ്രസ് ചെയ്തിട്ട് വേണം ചുട്ടെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്തിട്ട് പറ്റുമെങ്കിൽ ഫോട്ടോ അയച്ചു തരണേ, അല്ലെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ഒരു നെയ്പത്തിരിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതേപോലെ ഇൻഗ്രീഡിയൻസ് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഇൻഷാല്ലാ പുതിയ റെസിപ്പീസും വ്ളോഗ്സുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ.